കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ അവിടെ സൗദി അറേബ്യയിലുള്ളത്. അപ്പോൾ ബാറ്റിംഗ് ടീമിന് വിശ്രമിക്കാനായിട്ട് ഒരു തണുപ്പുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്റിംഗ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാറ്റിംഗ് ടീം അവിടെയാണ് വിശ്രമിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഒന്ന് കിടക്കാൻ വിചാരിച്ച് വെറുതെ കിടന്നിട്ട് ഞാനിങ്ങനെ ആകാശം കണ്ടപ്പോൾ നല്ല ഭംഗി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കാലം ഇതുപോലെ ആകാശം കണ്ടിട്ട്. കൊറോണ ടൈമിൽ കണ്ടതാണ്. കൊറോണ ടൈമിൽ ഇതേപോലെ വൈകുന്നേരത്ത് ലോക്ക്ഡൗണൊക്കെ ആയിരുന്ന ടൈമിൽ ഫ്രണ്ട്സൊക്കെ വീടിൻ്റെ അടുത്തുള്ള പാടത്ത് ഞങ്ങൾ കുറച്ച് നടുവിൽ പോയിട്ട് ഒത്തുചേരും. എന്നിട്ട് ഇങ്ങനെ വിട്ട് സോഷ്യൽ ഡിസ്റ്റൻസൊക്കെ പാലിച്ച് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പോൾ ഇടയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ മലർന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ ആകാശം കാണാൻ നല്ല രസമായിരിക്കും. തല ഉയർത്തി മുകൾക്ക് നോക്കി ആകാശം കണ്ട കുറേ കാലമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഫോണിലാണ്. അത് ബിസിനസ് അല്ലെങ്കിൽ ജോലിപരമായിട്ടാണെങ്കിലും ഫോണിലാണ്, അതല്ല ഒഴിവ് സമയത്തും ഫോണിലാണ്, എപ്പോഴും ഫോണിൽ. അപ്പം ഞാൻ ഈ കിടത്തത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട്. 90s ഓക്കെ, അല്ലെങ്കിൽ 2000-ൻ്റെ ഒരു പകുതി അവസാനം വരെയൊക്കെ ഒഴിവ് സമയം എങ്ങനെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിലാണ് ചിലവഴിക്കുക. ഈ 90s നമ്മൾ ഒഴിവ് സമയം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്ക് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. കുറേ ഓടിക്കളിക്കാൻ പോയി, കുറേ ചാടി കളിക്കാൻ പോയി, അതൊക്കെ കൂട്ടത്തോടെ ഇരിക്കുന്ന സമയം അല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു സമയം ഉണ്ടാവില്ലേ? ആ സമയത്ത് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? മൊബൈലിൽ കളിക്കാൻ നമുക്കില്ല. അപ്പോൾ ഞാനതിങ്ങനെ വിചാരിച്ചു, അപ്പോൾ എങ്ങനെ ഈ മൊബൈലിൻ്റെ ഒരു യൂസ് കുറയ്ക്കണം, ഈ റീൽസ് കുറയ്ക്കണം. ഇപ്പോൾ വർക്കിംഗ് ഡേയ്സിലില്ല, ഈ ഒഴിവ് ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഒരു 3 to 4 hours ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് ന്യൂസ് 1-1.5 മണിക്കൂർ ന്യൂസ് കാണും. അതിൻ്റെ പുറമെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് അതുപോലത്തെ ചർച്ചകളൊക്കെ കുറച്ച് കാണും. ഇതെല്ലാം കണ്ടതിന് ശേഷവും അത് കൂടാതെ 3 മണിക്കൂർ 4 മണിക്കൂറോളം ഇൻസ്റ്റാഗ്രാമിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് എൻ്റെ സ്ക്രീൻ ടൈം ഒരു ദിവസം എത്ര ആയിരിക്കും. അതിൻ്റെ പുറമെ ബിസിനസ് ആവശ്യത്തിന് മൊബൈൽ, വാട്സപ്പ്, മെയിൽ പോലത്തെ കാര്യങ്ങൾ അത് വേറെ. അത് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മൊബൈലിൻ്റെ യൂസ് എങ്ങനെയും കുറയ്ക്കണം. ഇത് ശരിയല്ല ഈ പോക്ക് എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ChatGPT ചോദിച്ചു എങ്ങനെ ഇതിൻ്റെ യൂസ് കുറയ്ക്കാം. ഇതൊരു വലിയ ദുശീലാണ്, നമുക്ക് ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇതൊരു അബ്നോർമൽ സംഭവമാണ് ഈ മൊബൈൽ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മൊബൈലിൽ തോണ്ടിയിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അന്ന് ആകാശം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു വേദനയൊക്കെ ഉണ്ട് ഇടയ്ക്ക്, ഈ മൊബൈൽ നോക്കി താഴ്ന്നിരുന്നിട്ടാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആകാശത്തേക്ക് നോക്കി തല ഉയർത്തി തന്നെ നടക്കും, മൊബൈൽ നോക്കി താഴ്ത്തി നടക്കില്ല, അല്ലെങ്കിൽ താഴ്ത്തി ഇരിക്കില്ല എന്ന് ഉറപ്പിച്ചു. എന്നിട്ട് അപ്പോൾ ChatGPT പറഞ്ഞ 1-2 ടിപ്സാണ്. ഒന്ന്, നമ്മൾ മറ്റൊരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മൊബൈൽ മാറ്റി നിർത്താം. ഇപ്പോൾ ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഫോണിൽ നോക്കി കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണെങ്കിൽ പ്രശ്നമല്ല. വെറുതെ ഫേസ്ബുക്ക്, യൂട്യൂബ് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കാണുക, കൂടെ കുക്ക് ചെയ്യുക, അത് നിർത്താം. കുക്ക് ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുക. ഇപ്പോൾ പാത്രം കഴുകുമ്പോൾ പാത്രം കഴുകുക. അങ്ങനെ നമ്മൾ ഇനി ജോലി ചെയ്യുമ്പോൾ പാട്ട് വെച്ചിട്ട് ജോലി ചെയ്യുന്ന, എനിക്കൊക്കെ കൂടുതലും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഞാൻ നിർത്തി. ജോലി ചെയ്യുമ്പോൾ പാട്ട് അത് വേണ്ട, നമ്മുടെ മൈൻഡ് മാറിപ്പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പാട്ടിക്ക് കൂടുതൽ ശ്രദ്ധ വരും. അതുപോലെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, എക്സ്പെഷ്യലി ടോയ്ലറ്റിൽ ഈ സാധനം കയറ്റാതിരിക്കുക. ഞാൻ കയറ്റാറില്ല, കയറ്റിയിരുന്നു, ഇപ്പോൾ കയറ്റാറില്ല. അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് മൊബൈൽ മാറ്റുക. അടുത്തതാണ് സോഷ്യൽ ഒരു ഇൻട്രാക്ഷൻ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുക, കാണുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ചായ കുടിക്കാനോ മറ്റേതിനൊക്കെ പുറത്ത് പോകുമ്പോഴും മൊബൈൽ കോൾ വന്നാൽ എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കുക എന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ഈ റീൽസ് കളിക്കുക, അല്ലെങ്കിൽ മൊബൈൽ വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫോൺ എടുക്കാതിരിക്കുക മാക്സിമം. അതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവർ തന്നിട്ടുണ്ടായിരുന്നത്. ഫോൺ ഉപയോഗിക്കാൻ ദിവസത്തിൽ 1 മണിക്കൂർ കാണുക. അപ്പോൾ ഒരു ഈവനിങ് 7 to 8 അതാണ് എൻ്റെ ഫോണിൽ ഞാൻ ലൂസ് ടൈംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വെറുതെ റീൽസ് കാണാനും അതിനും വേണ്ടിയിട്ടൊക്കെ ഞാൻ ചിലവാക്കുന്ന സമയം അതാണെന്ന് നിശ്ചയിച്ചിട്ട് ദിവസത്തിൽ 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ എന്ത് ചെയ്തു, പുറത്ത് ഞാനപ്പോൾ ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി വന്നു, ഭക്ഷണം കഴിച്ച് വന്ന് കടന്നു, വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഫോണ് തൊടില്ല. ഓക്കെ, ഫോണ് തൊടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വന്നിട്ട് ഹോട്ടലുണ്ട്, ഹോട്ടലിൽ നിന്ന് ചായ മേടിച്ചു, നോർമൽ ചായ. അതിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കുറേ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു വരാന്ത, കോറിഡോർ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഗവൺമെൻറ് സ്കൂൾ പോലെയാണ്. തൂണുകളും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പായിട്ടാണ്.
അപ്പോൾ അവിടെ ഇരുന്നിട്ട് തന്നെ എല്ലാവരും ചായ കുടിക്കുക, അവിടുന്ന് ചായ മേടിച്ചിട്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. ഞാനിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ഫോണിലാണ്. ഇപ്പോൾ ഒരു 3 പേര് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലും ഒരാൾ ഫോണിലായിരിക്കും. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ ഫോണിലാണ്, അല്ലാതെ ആൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്തം വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ചായയും കുടിച്ചിട്ട് ഞാനിങ്ങനെ മോൾക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് ചായ കഴിഞ്ഞു. ഗ്ലാസ് കളഞ്ഞപ്പോഴും എനിക്ക് ആ കണക്ഷൻ പോയില്ല. 1-2 മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ആകാശം കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനത് നോക്കി ഇങ്ങനെ ഇരുന്നു. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ എന്നെ തട്ടി. ഞാൻ നോക്കി എന്താ ആലോചിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, പ്രശ്നമൊന്നുമില്ല. അല്ല, നിങ്ങൾ കുറേ നേരം ഞാൻ ശ്രദ്ധിക്കണം, നിങ്ങൾ ആകെ ഡെസ്പാണ്. ഞാൻ പറഞ്ഞില്ല, വല്ലാഹില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ചായ കുടിച്ചു. അല്ലല്ല നിങ്ങൾക്ക്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും വേറെ എന്തെങ്കിലും വല്ല ജോലി, ആൾ പറഞ്ഞാൽ എൻ്റെ പ്രായം തന്നെ ഉണ്ടാവുള്ളൂ, ജോലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അസുഖത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, എന്താണ് ഇങ്ങനെ ഇരിക്കണത്? അപ്പോൾ ഞാൻ ചോദിച്ചില്ല, അൽഹംദുലില്ലാ ജോലിയൊക്കെ ഉണ്ട്, ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, കണ്ടപ്പോൾ എനിക്കെന്ത് ഭയങ്കര വിഷമിച്ചിരിക്കണ പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അത് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഫോൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ, ഞാൻ പറഞ്ഞു ചാർജില്ല ഫോണിൽ, ഓഫാവാനായി. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഞാൻ പോക്കറ്റിലിട്ടിരുന്നു. അതാണ് അത് പറ, അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ഡസ്പ്. അപ്പോൾ ഞാൻ അതില്ല കുഴപ്പമൊന്നുമില്ല പറഞ്ഞ് ഞാൻ വണ്ടി അൺലോക്ക് ചെയ്ത് വണ്ടിയുടെ ഉള്ളിൽ ചാർജ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നീറ്റു. എന്നിട്ട് അയാളോട് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നമ്മൾ ഒരാൾ വെറുതെ ഇരിക്കുന്ന കണ്ടിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ പോയി ചോദിക്കുക, ജോലി എന്തെങ്കിലും പ്രശ്നമാണോ നമുക്ക് സഹായിക്കാം, ശരിയാക്കാം എന്നൊക്കെ പറയുക, അത് നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം. അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ, അൽഹംദുലില്ലാ. അപ്പം അതൊന്ന്. രണ്ടാമത് ഞാൻ ചിന്തിച്ചു, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ആളുകൾ ഫോണ് കയ്യിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതാണ് അബ്നോർമാലിറ്റി. അല്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ആളുകൾ ഫോണിൽ കളിച്ചാൽ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഒരാൾ ഫോണിൽ കളിക്കാതെ വെറുതെ പ്രകൃതി ആസ്വദിച്ച് ആകാശത്തൊക്കെ നോക്കിയിരുന്നാൽ അത് ഒരു നോർമൽ മനുഷ്യനല്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയല്ല അത്. അതുകൊണ്ട് ഫോണൊന്നും ആരും ഒഴിവാക്കാൻ നോക്കണ്ട, എവിടെയും ഫോണിൽ തന്നെ കളിച്ചിട്ടിരുന്നോ. കാരണം ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ ആലോചിക്കണേ, പണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു അബ്നോർമാലിറ്റി എന്താണ്, നമ്മൾ ഫോണിൽ തന്നെ കളിച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നണം അതൊരു സാധാരണ ഒരു ഇതല്ലല്ലോ, ഒരു അബ്നോർമലായിട്ടുള്ളൊരു കാര്യമല്ലേ നമ്മൾ ചെയ്യണമെന്ന് തോന്നുക. അല്ല, അതാണ് നോർമൽ. നിങ്ങൾ ഫോണും പോക്കറ്റിലിട്ടിട്ട് വെറുതെ ഇരുന്നാൽ അത് അബ്നോർമലാണ്. അതുകൊണ്ട് ഫോണൊക്കെ ഉപയോഗിച്ചോ. വെറുതെ പറഞ്ഞാൽ മാക്സിമം ഇത് ചെയ്തോളൂ. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജോലിൻ്റെ കൂടെ മൊബൈൽ എടുക്കണ്ട. ഓക്കെ, പുറത്തിറങ്ങിയാൽ 4 ആളോട് സംസാരിച്ചും കളിച്ചും ചിരിച്ചും കൈ കൊടുത്തൊക്കെ നടക്കാം. അത് വേണമെന്നില്ല. പുറത്തിറങ്ങി നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു 90% അങ്ങനെ ആയിക്കോളും. പക്ഷേ റൂമിലിരിക്കുമ്പോഴും അല്ലെങ്കിലൊക്കെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. അത് തന്നെ നമുക്ക് മൊബൈലിനോടുള്ള ഒരു അട്രാക്ഷൻ ഒന്ന് കുറച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും അബ്നോർമലായിട്ട് ജീവിക്കും, അതാണ് നല്ലത്. സംഭവം ഈ നോർമൽ ജീവിതം വേണ്ട, അബ്നോർമലായിട്ട് ജീവിക്കേണ്ട ബെസ്റ്റ്. ഫോണും വേണ്ട, ഒന്നും വേണ്ടാതെ പുറത്തിറങ്ങുക. ഓക്കെ.